വെൽക്കം ടു പ്രൈം പോഡ്കാസ്റ്റ് ആൻഡ് ഇറ്റ്സ് മീ ദീപ്തി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ. നിമിഷത്തിന്റെ നിവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. നമ്മുടെ ഈ ഒരു പ്രൗഡ് മൂമെന്റ് കാണാൻ ചിലരില്ലാതെ പോയതിന്റെ ഒരു നഷ്ടസ്വപ്നവും കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ തളർന്നു കിടക്കുമ്പോഴാണ് ഞാൻ പതുക്കെ പിച്ച വെച്ച് ഉയരാൻ തുടങ്ങിയത്. ഞാനൊന്ന് കാല് നിവർത്തി നിൽക്കുന്നപ്പോൾ എൻ്റെ അച്ഛന് അത് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ മടിച്ചിരുന്ന ആ ഒരു പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ നമ്മളുടെ ഫുഡിന്റെ മെനു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണമെന്ന് തോന്നിയതിനെ ഞാൻ നേടിയെടുത്തതാണ്. രാത്രി കാലങ്ങളിൽ ഇവർക്ക് ആവശ്യം ഈ വേണ്ട 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 എന്ന് പറയുന്നവർക്കാണ്. ഇത്തരം ആൾക്കാരെ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവരെ അടിച്ചോടിക്കണം എന്ന് പറയുന്നവർ ഇരുട്ടിന്റെ മറപറ്റി വരുന്നുണ്ട്. സ്ത്രീകൾ രാത്രി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, സഡൻ ആക്ഷൻ എടുക്കും. എവിടെ സഡൻ ആക്ഷൻ എടുക്കുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞവരും പറയപ്പെടുന്നവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുന്നുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞു. ആരും കുറ്റക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവരാണ് കുറ്റക്കാർ, അവരെ ശിക്ഷിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ കുറെ പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരും പൂവേ, മാനത്തെ കോട്ടിൽ മണിക്കുത്തിറങ്ങി. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഇത് കണ്ടപ്പോൾ തൊട്ടേ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ബ്യൂട്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പൊ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേർഡായിരിക്കും യു ആർ സോ പ്രിറ്റി, അവർ യു ആർ സോ ബ്യൂട്ടിഫുൾ. അതിനുശേഷമായിരിക്കും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് ആരും മുഖത്ത് നോക്കി പറയാറില്ല, അല്ലേ? അത് മറ്റൊരാളിൻ്റെ അടുത്തായിരിക്കും പറയുന്നത്. ബട്ട് യു ആർ സോ പ്രിറ്റി എന്ന് മിക്കപ്പോഴും മുഖത്ത് നോക്കി പറയാറ്. ഐ എം സോ ഹാപ്പി. ചേച്ചി, നമുക്കൊരു പാട്ടിൽ കൂടെ തന്നെ നമുക്ക് തുടങ്ങിക്കൂടെ? ചേച്ചി നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കേട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പാട്ട് പാടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് പാട്ട് ഇഷ്ടമാണ്. അതിൻ്റെ വള്ളിയും പുള്ളിയൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. ശരത് സാർ പറയുന്ന പോലെ അതിൻ്റെ സംഗതി അവിടെ ഇത്തിരി പോയി, ചിത്ര ചേച്ചി പറയുന്ന പോലെ അതിൻ്റെ ശ്രുതി ഇച്ചിരി ഇവിടെ പോയി, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പാട്ട് എനിക്കിഷ്ടമാണ്. ഒരു 2 ലൈൻസ് നമുക്ക് വേണ്ടി പാടാൻ പറ്റും? നിമിഷത്തിന്റെ നിവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആ നിമിഷത്തിന്റെ നിവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. 1000 ഉന്മാദരാത്രികൾ തങ്കന്തം ആത്മതളത്തിൽ പൊലിഞ്ഞു, ആത്മതളത്തിൽ പൊലിഞ്ഞു. ആ നിമിഷത്തിന്റെ നിവൃത്തിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആ നിമിഷത്തിന്റെ നിവൃത്തിയിൽ മനമാരതി തൻ പദമാടി. ചേച്ചി, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് ഒരു പോയിന്റിൽ ഉണ്ടാവില്ല എൻ്റെ ലൈഫ് പൂർണ്ണത വരണമെങ്കിൽ ഞാനൊരു സ്ത്രീ ആവണം എന്നൊരു തോന്നലുണ്ടായിരുന്നുണ്ട്. അതെങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്? അത് ഈ സർജനിനെ പറ്റിയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാത്ത ഒരു ലോകത്താണ് ഞാൻ എൻ്റെ ജെൻഡർ തിരിച്ചറിയുന്നത്. അതിനൊരു സർജറി ഒരു പ്രോസസ്സിങ് ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഐ ആം എ വുമൺ, ഇതാണ് ഞാൻ. അപ്പം എന്നിലുള്ള അവ്യക്തമായിട്ടുള്ള എന്തോ ഒന്ന് എന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായത് ഈവൻ ഞാൻ ഒരുപാട് സെലിബ്രിറ്റികളുടെ കൂടെ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. അപ്പം ആ സമയങ്ങളിലെല്ലാം ഞാൻ അവരുടെ കൂടെ സഞ്ചരിക്കുമ്പം ഞാനൊരു പെണ്ണാണ്. ഇവിടെ നമ്മളെ എയർപോർട്ടിൽ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ കാറ്റഗറിയിലെ മെയിൽ ക്യൂവിലേക്കൊക്കെ വിടുമ്പോൾ ഓ മൈ ഗോഡ്, ഞാൻ അത്രയും സമയം ഞാൻ എന്താ പറയുക, ഒരു ഇങ്ങനെ നെഞ്ചിലിങ്ങനെ പടപടാ ഇടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു പെണ്ണാണല്ലോ, എനിക്ക് അപ്പുറത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത്. ബട്ട് കൊച്ചിൻ എയർപോർട്ടിലൊക്കെ ആ സമയത്തൊക്കെ
ചില സമയങ്ങളിലെങ്കിലും ഞാൻ ലേഡീസിന്റെ ക്യൂവിൽ നിന്നങ്ങ് പോകാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ഡിസ്ക്രിമിനേഷൻ അവിടെ വന്നിട്ടില്ല. പക്ഷെ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ഷുഡ് ബി മസ്റ്റ് നമ്മൾ അവിടെ നിൽക്കണമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ സർജറീനെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തത്. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു മെയിൽ ബോഡിയിൽ ട്രാവൽ ചെയ്തിരുന്ന ഒരാളാണ് ഒരു ഫീമെയിലിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരാനുണ്ട്. കാരണം നമ്മുടെ പാസ്പോർട്ട് ചേഞ്ചിങ് വരുമ്പം 2 ആളാവും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രാവൽ ഹിസ്റ്ററിയിൽ നമ്മൾ മെയിലായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. എഗെയിൻ നമ്മളൊരു ഫീമെയിൽ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഒരു ഫീമെയിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ തമ്മിൽ മിസ്മാച്ചിങ് വരും. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കവെയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ സർജറിയുടെ പ്രോസസ്സിങ് അങ്ങ് മാറ്റിവെച്ചത്. മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ ചെയ്തു. എൻ്റെ ഫൈനൽ സർജറി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ് എനിക്ക് ഇതുപോലുള്ള പ്രോബ്ലംസുകൾ ഞാൻ നേരിട്ടപ്പോൾ എന്തും വരട്ടെ ഞാനത് ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തതാണ് എൻ്റെ സർജറി. ഓക്കെ ഓക്കെ ചേച്ചി ഫാമിലിയിൽ അത്രയും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. 15ാമത്തെ വയസ്സിൽ ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ ഉള്ളി രഞ്ജിമാരിലേക്ക് നിൽക്കുമ്പോൾ ചേച്ചി പ്രൗഡായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണ് ചേച്ചി ഈ ഒരു ജേണിയിൽ? പ്രൗഡാണ്, ടു ബി വെരി ഓണസ്റ്റ്. ഞാൻ വെരി പ്രൗഡാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഒരു പ്രൗഡ് മൂമെന്റ് കാണാൻ ചിലരില്ലാതെ പോയതിൻ്റെ ഒരു നഷ്ടസ്വപ്നവും കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ, അതാണ് മെയിൻലി. എൻ്റെ അച്ഛനില്ല. എൻ്റെ അച്ഛൻ തളർന്നു കിടക്കുമ്പോഴാണ് ഞാൻ പതുക്കെ പിച്ച വെച്ച് ഉയരാൻ തുടങ്ങിയത്. ഞാനൊന്ന് കാല് നിവർത്തി നിൽക്കുന്നപ്പോൾ എൻ്റെ അച്ഛന് അത് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലെല്ലാത്തിൻ്റെയും ഒരു അംശം കൈപ്പറ്റാനും അത് ആസ്വദിക്കാനും അതിൽ അന്തസ്സോടുകൂടി നിൽക്കാനും അതിൽ അഭിമാനം കൊള്ളാൻ എൻ്റെ അച്ഛനില്ല എന്നുള്ളൊരു സങ്കടം എവിടെയോ എനിക്കുണ്ട്. അതൊഴിവാക്കിയാൽ ഐ എം സോ ഹാപ്പി. പഠിക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ചേച്ചിക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ഒരേ ഒരു കാര്യം, ഈവൻ ഇപ്പോൾ കമ്മ്യൂണിറ്റി ആണെങ്കിലും മറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഞാൻ പൊതുവേ പറയുന്നത് വിദ്യാഭ്യാസം ഒരു വലിയൊരു മാനദണ്ഡം തന്നെയാണ്. എന്ന് കഴിഞ്ഞ് എല്ലാം തികഞ്ഞവർ എന്നുള്ള അർത്ഥമല്ല, പക്ഷെ നമുക്ക് വേണം, വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസം എനിക്ക് ഉദ്ദേശിച്ച തരത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബട്ട് ആ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലംസുകൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം വിദ്യാഭ്യാസത്തിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ട് ഞാനൊരു ഹയർ സ്റ്റഡിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഓക്കെ, ഗ്രേറ്റ്. അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ ചേച്ചി 27 ഇയേഴ്സായി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഈ ഫിലിം സൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചേച്ചീനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞേ. അത് എന്തായിരുന്നു? അതെല്ലാം ഒരു സമയത്തെ ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം അന്നത്തെ ജനങ്ങൾക്ക് അത്രയും അവയർനെസ് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കളിയാക്കാനും പന്ത് തട്ടി കളിക്കാനും ഉള്ള ഒരു വസ്തുവായിട്ടാണ് അന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിനെ പലരും കണ്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ ബോധം വന്ന് തുടങ്ങിയതിന് ശേഷമാണ് പുനർചിന്തിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ എല്ലാവരിലും അങ്ങനെയാണല്ലോ. ആദ്യം തോന്നുന്ന ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കില്ല കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോകുമ്പോൾ. ഇതിനെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒരു വിഭാഗം ആൾക്കാർക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു വിഭാഗം ആൾക്കാർ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ മറ്റൊരു വിഭാഗം ഇതൊന്നും പാടില്ല എന്ന് വാശി പിടിക്കുന്നൊരു വിഭാഗമുണ്ട്. ഇവരെ ആരെയും നമുക്ക് തടയിടാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ചിന്താഗതികളാണ്. അക്സെപ്റ്റ് ചെയ്യണോ ചെയ്യണ്ടയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ആ ഒരു ചേഞ്ച് ഇപ്പം നിലവിൽ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ വന്ന് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെയൊക്കെ ചെല്ലുമ്പോൾ പണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ മടിച്ചിരുന്ന ആ ഒരു പ്രൊഡക്ഷനിലേക്ക് നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ നമ്മളുടെ ഫുഡിൻ്റെ മെനു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു തരം എന്താ പറയുക, വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരിക്കലും അതൊരു വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. മനുഷ്യൻ്റെ മാനസിക ചിന്താഗതികളിൽ വന്ന മാറ്റമായിട്ടാണ് ഞാൻ. പക്ഷേ ഈ ഒരു ജെൻഡറിനെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്നൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ചേച്ചി പ്രൗഡായിരിക്കില്ല ഉറപ്പായിട്ടും? അല്ല, ഞാനായിട്ട് കൊണ്ടുവന്ന ചേഞ്ചുകളല്ല. ഇവനിപ്പോൾ എനിക്ക് വേണമെന്ന് തോന്നിയതിനെ ഞാൻ നേടിയെടുത്തതാണ്. ഞാനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എപ്പോഴും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ഒരു പ്രൗഡ് മൊമെന്റിൽ നിൽക്കുന്ന ഒരാളാണ് ചേച്ചി. അതുപോലെ സീമ വിനീത്,
അതിന് കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരും അവരുടേതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലാവരും മൺമറഞ്ഞു പോയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾക്ക് വേണ്ടിയിട്ട് മരണം കൈവരിച്ചവരിവിടെ ഉണ്ട്. അപ്പൊ അത്തരം ആൾക്കാരുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഒരു സ്വീകാര്യത വരുന്നത്. അതുകൊണ്ട് ഞാനായിട്ട് അതിനകത്ത് കൊണ്ടുപോയി ഒന്നും ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ബട്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തു. ഒപ്പം എന്നോടൊപ്പം നിൽക്കുന്നവർക്ക് അത് ആസ്വദിക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളത്. ഇപ്പോഴും ആ ഒരു കമ്മ്യൂണിറ്റിക്ക്, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഫ്രീഡം കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? ഇല്ല 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 ഇല്ല. കാര്യം ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, റീസെന്റ് ഒരു 4 ഡേ ബാക്ക് പാലാരിവട്ടത്ത് വെച്ച് ഒരു ലേഡി രണ്ടുപേരെ ഒരു പുരുഷൻ കുറച്ച് പേർക്ക് കൂടെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ന്യൂസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നിൽക്കുന്ന സമയത്തും ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോഴും ഒരു ചേഞ്ച് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വന്നിട്ടുണ്ടോ? അതല്ല, ചേഞ്ച് വരാത്ത റീസൺ ആയിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ? അല്ല, റീസൺ അല്ല അതിനകത്ത്. ഇത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, മനുഷ്യന്റെ ചിന്താഗതികൾ തന്നെയാണ്. ഒരുപറ്റം ആൾക്കാർക്ക് എവിടെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപറ്റം ആൾക്കാർ ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത്. ഒരുപറ്റം ആൾക്കാർ വേണ്ട എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ല? പക്ഷെ ഈ വേണ്ട എന്ന് നിൽക്കുന്നവർക്കാണ് ഇവരെ ആവശ്യം. യുനോ, രാത്രി കാലങ്ങളിൽ ഇവർക്ക് ആവശ്യം ഈ വേണ്ട 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 എന്ന് പറയുന്നവർക്കാണ്. ഇത്തരം ആൾക്കാരെ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവരെ അടിച്ചോടിക്കണം എന്ന് പറയുന്നവർ ഇരുട്ടിന്റെ മറപറ്റി വരുന്നുണ്ട്. അവിടെ നേരിട്ടതിന്റെ പ്രത്യാഘാതമാണ് ഏഞ്ചലും മറ്റേ മോളുടെ പേര് ഞാൻ മറന്നുപോയി, അവൾക്കും ഏറ്റെടുക്കേണ്ടി വന്നത്. പക്ഷെ അത് ഭയങ്കര ദയനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലൊക്കെ ആ ഫോട്ടോസ് വരുമ്പോൾ ഞാൻ സ്വീറ്റിയാണ് ഈ കാര്യങ്ങളെല്ലാം എന്നോട് ഷെയർ ചെയ്യുന്നത് എപ്പോഴും. മമ്മി ഇങ്ങനെയാണ്. അപ്പം എനിക്കത് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ സ്ഥലത്തില്ല, നമുക്ക് പോയി പ്രതികരിക്കാനോ ഒന്നിനും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. പക്ഷെ ഇപ്പോൾ അതിന് നിയമവശങ്ങളെല്ലാം മാറി വന്നു. ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പം അത് വേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കുറച്ചുകൂടി ഒരു നിയമം സ്ട്രോങ് ആവണം തോന്നിയിട്ടുണ്ട് ഈ ഒരു പലപ്പോഴും. ഏത് രീതിയിലൊക്കെയുള്ള നിയമം? എല്ലാ തരത്തിലും തുല്യത കൊണ്ടുവരണം. എല്ലാ തരത്തിലും. ഇപ്പൊ ഇക്വാലിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇക്വിറ്റിയാണ് അല്ലേ? ഇക്വാലിറ്റി നമ്മൾ പറയുകയാണ്, നമ്മൾക്ക് ആവശ്യമുള്ളതിന് തരിക എന്നുള്ളതല്ലേ ശരിക്കും വേണ്ടത്. അപ്പൊ അത് ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. അതിനകത്തേക്കൊക്കെ നമ്മൾ വിളിച്ചിട്ട് ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അവിടെ നിന്നുള്ള പ്രതികരണം മനസ്സിലായ പല ഹെൽപ്പ് ലൈനുകളും ഉണ്ട്. സ്ത്രീകൾ രാത്രി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, സഡൻ ആക്ഷൻ എടുക്കും. എവിടെ സഡൻ ആക്ഷൻ എടുക്കുന്നു? എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇതിന്. ഞാനൊരു ദിവസം ഒറ്റക്കായിരുന്ന സമയത്ത് ഞാൻ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ട്രൈ ചെയ്തതായിരുന്നു, ജസ്റ്റ് കട്ട് ചെയ്തു. പക്ഷെ സ്പോട്ടിൽ എനിക്ക് കളമശ്ശേരി പോലീസ് സ്റ്റേഷനും അതുപോലെ കൺട്രോൾ ലൈനിനും കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസിൽ എന്ന് വെച്ചാൽ സേഫ് ആണോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസിന്റെ ബേസിലാണ് ചേച്ചി ഇത് പറഞ്ഞത്? എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ എന്റെ പ്രൊട്ടക്ഷൻ ഞാൻ ഉറപ്പുവരുത്തുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്ക് അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. മനസ്സിലായോ? ഒന്നെങ്കിൽ എൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ കൂടെ അസിസ്റ്റൻസ് ഉണ്ടാകും. യുനോ, ബട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായി. അതുപോലെ റീസെന്റ് ഹേമ കമ്മിറ്റി ഇഷ്യൂസ് ഒക്കെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിലെനിക്ക് ചേച്ചിനോട് ഏറ്റവും കൂടുതൽ ഒരു സ്നേഹം തോന്നിയ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി ഇപ്പോൾ ക്ഷേമ കമ്മിറ്റിയായി മാറിക്കൊണ്ടിരിക്കലാണ്. ഒരു ടെമ്പററി സമയത്ത് മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് കമ്മിറ്റികൾ വരും, അത് പിന്നെ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ഇതിനകത്തുള്ള ഒരു അടിസ്ഥാന വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞവരും പറയപ്പെടുന്നവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കുന്നുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ പിന്നെ എന്തിനങ്ങനെ ഒരു കമ്മിറ്റി? അതൊരു ഒരു മനുഷ്യന്റെ സാഹചര്യങ്ങളാണ്. യുനോ, എനിക്ക് മോളെ 2 തെറി പറയണമെന്ന് തോന്നുമ്പോൾ ഞാൻ തെറി പറയും. എൻ്റെ ആ ഫ്രസ്ട്രേഷൻ അങ്ങ് കഴിയുമ്പോൾ ഞാൻ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുമ്പോൾ ഒരു ചിരിയിൽ ഈ പറഞ്ഞതും പിടിച്ചതും എല്ലാം മാറും. അപ്പൊ ഇതിന്റെ പുറകിൽ പോകുന്ന പാപ്പരാസികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. പാപ്പരാസികൾക്ക് ഒരു തുറപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. എന്താ പറയാ, ഓരോ സമയങ്ങളിൽ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കൊട്ടി ആഘോഷിക്കുവാനായിട്ട് ഓരോ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്.
ആ വാർത്തകൾക്ക് പിറകെയാണ് മനുഷ്യര് മറ്റെല്ലാവരും അല്ലേ. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിന്റെ ദൈർഘ്യം കഴിയുമ്പോൾ അത് കെട്ടടങ്ങും. ഇപ്പം ഹേമ കമ്മിറ്റി വന്നു. ഈ ഹേമ കമ്മിറ്റിയിൽ ഈ റിപ്പോർട്ടുകൾ കൊടുത്തവർക്ക് എത്ര കാലം അഭിനയിക്കാതിരിക്കാൻ കഴിയും ഇല്ലേ? അവർക്ക് ഭീമമായ ചെലവുകൾ വഹിക്കുന്നവരാണ്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് ഒരാൾക്ക് നാളെ ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു പ്രാപ്തി തോന്നുമോ? അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി വരുമോ? തുച്ഛമായ സാലറിയിൽ പോയിട്ട് മാസം 20,000 രൂപ 30,000 രൂപ കിട്ടുന്ന ഒരു സാലറിയിൽ ഇത്ര ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പോയി ഒരു ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇവര് നമ്മൾ പറയുന്ന ആക്ഷൻസുകളെല്ലാം നടക്കും, പറയേണ്ട കാര്യങ്ങളെല്ലാം നടക്കും. ആ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് നിലപാടെന്ന് പറയുന്നത്. അത്തരം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ ഇതിനകത്തൊരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് കഴിയുമ്പോൾ ഇവർക്കെല്ലാം റിയാലിറ്റിയിലേക്ക് വന്നേ പറ്റുള്ളൂ. ഇവരുടെ തൊഴിലാണ് ആക്ടിങ്. ആക്ടിങ്ങിലേക്ക് ഇവർക്ക് വരണം. ചിലപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരാളായിരിക്കാം. അയാളോടൊപ്പം ഇടപഴകി ചേർന്ന് അഭിനയിക്കേണ്ടി വരും. ചിലപ്പോൾ അയാളുടെ മകളായിട്ട് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ സഹോദരിയായിട്ട് അഭിനയിക്കേണ്ടി വരും. വാട്ടെവർ, അതൊരു റിയാലിറ്റിയാണ്. അത് പോകെ ഈ ഹേമ കമ്മിറ്റി കൊടുത്തവരും നിന്നവരും പിടിച്ചവരും എല്ലാവരും ഒരു വളയത്തിനുള്ളിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ. അപ്പൊ നമ്മള് എന്താ പറയാ, കുറെ കാര്യങ്ങളിൽ നമ്മളങ്ങ് മൗനം പാലിക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കോ ഈ ഒരു നിലപാട്? അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അങ്ങനെയും പറയാം. കാരണം എനിക്ക് അവസരങ്ങൾ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വായ ഞാൻ ചിലയിടങ്ങളിൽ മൂടിക്കെട്ടേണ്ടതായിട്ട് വരും. അല്ല, ഇപ്പൊ റീസെന്റ് തന്നെ പാർവതി തിരുവോത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർവതി തിരുവോത്ത് നിലപാടുകൾ പറയുന്നത് കൊണ്ട് സിനിമാ അവസരങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് പാർവതി ഇപ്പൊ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ മിണ്ടുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. പാർവതി ഈസ് എ വെരി ഗുഡ് ആക്ടർ അല്ലെ, കഴിവ് തെളിയിച്ച ഒരു ആക്ട്രസ് ആണ്. അപ്പം പാർവതിയുടെ നോളജ് അതുപോലെ ഉയരങ്ങളിലാണ്. ഐ റെസ്പെക്ട് ഹെയർ. ദെൻ അപ്പോൾ പാർവതി ഞാൻ ഇങ്ങനെ നിലപാടുകൾ പറഞ്ഞത് കൊണ്ട് എൻ്റെ കഞ്ഞുകുടി മുട്ടുന്നു, എൻ്റെ വീടിന് വാടക കൊടുക്കാൻ എനിക്ക് കഴിയണം, എനിക്ക് വാടക അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വായിച്ചത്. അതിന്റെ ഗൂഗിളിൽ വന്ന റിപ്പോർട്ടാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ഞാൻ പാർവതി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർവതി പോലും മൗനം പാലിക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു സൂചന ഇല്ലേ. നിലപാടുകളാണെങ്കിൽ നമ്മൾ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ആ നഷ്ടങ്ങളെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് മൈ ലൈഫ്. മേ ബി ഇന്നലെ ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ കഞ്ഞി കുടിക്കും, നാളെ എനിക്ക് ആരെങ്കിലും കഞ്ഞി തരുമായിരിക്കും. വാട്ടെവർ, ദാറ്റ് ഈസ് റിയാലിറ്റി. അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും കേൾക്കാനില്ല. സെയിം ഈ നടിയെ ആക്രമിച്ചൊരു ഇഷ്യൂവിൽ ചേച്ചീൻ്റെ പേര് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ആ സമയത്തും നിലപാടുകൾ ഉറച്ചു നിന്നിട്ട് ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ചേച്ചിയുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചേച്ചി ഓൾറെഡി ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് ഈ ഒരു ഫീൽഡിൽ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ? എനിക്കത് ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് റീസെന്റ് എനിക്ക് ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നത് കൊണ്ട് എനിക്ക് പല വേദികളും പല ചാൻസുകളും എനിക്ക് എൻ്റെ കയ്യിൽ തുമ്പത്ത് വന്നിട്ട് തട്ടിപ്പോകുന്നുണ്ട്. ദെൻ ഞാൻ ഈ ഭൂമിയിൽ ജന്മമെടുത്തത് ആസ് എ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐ ആം നോട്ട് എ സെലിബ്രിറ്റി, സെലിബ്രിറ്റീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ. സെലിബ്രിറ്റികൾക്ക് മേക്കപ്പ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സെലിബ്രിറ്റീസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുമെന്ന് വിചാരിച്ച് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടതല്ല. ആക്സിഡൻ്റലി ഞാനിവിടെ വന്നു. ആ വന്നെടുത്ത് നിന്ന് ഞാൻ സ്വയം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അപ്പം അതിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണോ അതങ്ങനെ തന്നെ പോട്ടെ. ഞാൻ അതിനെപ്പറ്റി വറി ചെയ്യുന്നില്ല. എനിക്ക് ഒരു ക്യൂരിയോസിറ്റിയും ഇല്ല. വാട്ടെവർ ഇറ്റ് ഈസ്, ഞാനത് എന്തും ഫേസ് ചെയ്യും. ബിക്കോസ് ഞാൻ ഒരു സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ച ഒരാളല്ല. കൂലിവേലക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ വേദനയും അതിൻ്റെ അപമാനങ്ങളും ഒക്കെ പരിഹാസങ്ങളും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിനിടയിൽ കിട്ടിയിരിക്കുന്ന ഒരു ലോട്ടറിയാണ് ഈ ലൈഫ് എനിക്ക്.
ഈ സ്ട്രഗിളിങ്ങിലൂടെ എനിക്ക് കിട്ടിയ ഒരു ലോട്ടറി ലൈഫാണ് ഇപ്പം നമ്മൾ തമ്മിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ വരെ. ഇവനിപ്പം നാളെ ഞാൻ എന്താകുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ രാത്രി കിടക്കുമ്പം 5:30 മണിക്കുള്ള ഒരു അലാറം വെക്കുന്നുണ്ട്. ഈ 5:30 മണിക്കുള്ള അലാറം ഞാൻ കേൾക്കാനുണ്ടോന്ന് എനിക്ക് ഉറപ്പില്ല. 5:30 മണിക്ക് അലാറം അടിക്കുമായിരിക്കും, 5:30ക്ക് മുമ്പേ ഞാൻ തട്ടിപ്പോകാം. യുനോ ദാറ്റ് ഈസ് റിയാലിറ്റി. ആ റിയാലിറ്റിയെ ഉൾക്കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അമ്പുകളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ചില അമ്പുകളൊക്കെ തട്ടി വരുന്നുണ്ട്, അത് വേദന എടുക്കുന്നുണ്ട്, ചിലത് പോറലേപ്പിച്ച് പോകുന്നുണ്ട്, ചിലത് നന്നായിട്ട് കുത്തി കയറുന്നുണ്ട്. അതെല്ലാം ഒരു റിയാലിറ്റി ആയിട്ട് ഞാൻ കാണുക. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ നിലപാടുകൾ പറയണ്ടായിരുന്നു? നോ ഒരിക്കലും തോന്നിയിട്ടില്ല. അതാ ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഞാനൊരു കാര്യം ആലോചിച്ച് വരികയായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തിനാ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ട് പറഞ്ഞു. ആരും കുറ്റക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവരാണ് കുറ്റക്കാർ, അവരെ ശിക്ഷിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞിട്ടില്ല.